വചനം 18. വാക്കർത്ഥം. ഇന്നഹു നിശ്ചയമായും, കാരണം അവൻ, ഫക്കറ ചിന്തിച്ചു, വഖദ്ദറ കണക്കാക്കുകയും ചെയ്തു, സങ്കൽപ്പിക്കുകയും ചെയ്തു, അനുമാനിക്കുകയും ചെയ്തു. ഇന്നഹു ഫക്കറ വഖദ്ദർ. കാരണം അവൻ ചിന്തിച്ചു, ഒരു രൂപം കണക്കാക്കുകയും ചെയ്തു. വചനം 19. വാക്കർത്ഥം. ഫഖുത്തില അതിനാൽ അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, ശപിക്കപ്പെടട്ടെ, തുലയട്ടെ. കൈഫ എങ്ങനെയാണ്, ഖദ്ദറ അവൻ കണക്കാക്കി, അനുമാനിച്ചു, സങ്കൽപ്പിച്ചു. ഫഖുതില കൈഫ ഖദ്ദർ. അതിനാൽ അവൻ കൊലപ്പെടട്ടെ അഥവാ നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്. വചനം 20. വാക്കർത്ഥം. സുമ്മ ഖുതില പിന്നെ വീണ്ടും അവൻ കൊലപ്പെടട്ടെ. കൈഫ ഖദ്ദറ അവൻ എങ്ങനെയാണ് കണക്കാക്കിയത്. സുമ്മ ഖുതില കൈഫ ഖദ്ദർ. പിന്നെയും വീണ്ടും അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്. വചനം 21. വാക്കർത്ഥം. സുമ്മ നളറ പിന്നെ അവൻ നോക്കി. സുമ്മ നളർ. പിന്നീടവൻ ഒന്നു നോക്കി. വചനം 22. വാക്കർത്ഥം. സുമ്മ അബസ പിന്നെ അവൻ മുഖം ചുളിച്ചു. വബസറ ചുക്കിച്ചുളുങ്ങുകയും ചെയ്തു, ഇറുക്കുകയും ചെയ്തു, കൂടുതൽ ചുളിക്കുകയും ചെയ്തു. സുമ്മ അബസ വബസർ. പിന്നെ അവൻ മുഖം ചുളിക്കുകയും ഇറുകിച്ചുളുങ്ങുകയും ചെയ്തു. വചനം 23. വാക്കർത്ഥം. സുമ്മ അദുബറ പിന്നീടവൻ പിന്നോക്കം തിരിഞ്ഞു, പിന്നോട്ടു മാറി. വസ്തക്ബറ അഹംഭാവം നടിക്കുകയും ചെയ്തു, അഹങ്കാരം നടിക്കുകയും ചെയ്തു. സുമ്മ അദ്ബറ വസ്തക്ബർ. പിന്നെ അവൻ പിന്നോട്ടു മാറുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. വചനം 24. വാക്കർത്ഥം. ഫഖാല എന്നിട്ടവൻ പറഞ്ഞു, ഇൻഹാദ ഇതല്ല, ഇല്ലാ സിഹ്റുൻ സിഹർ അല്ലാതെ, ആഭിചാരം, മാരണം, ജാലവിദ്യ അല്ലാതെ, യുഅ്സർ പ്രമാണിക്കപ്പെടുന്ന, ഉദ്ധരിച്ചു പറയപ്പെടുന്ന. ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ. എന്നിട്ട് പറഞ്ഞു, ഇത് പ്രമാണിച്ചു പറയപ്പെടുന്ന സിഹ്റല്ലാതെ മറ്റൊന്നുമല്ല, അഥവാ മറ്റാരിൽ നിന്നോ കേട്ട് ഉദ്ധരിക്കപ്പെടുന്ന മാരണം മാത്രമാണ് ഈ ഖുർആൻ. വചനം 25. വാക്കർത്ഥം. ഇൻഹാദ ഇതല്ല, ഇല്ലാ ഖൗലു വാക്ക്, വചനം അല്ലാതെ, അൽ ബഷർ മനുഷ്യന്റെ. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ വേറൊന്നുമല്ല. വചനം 18 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ടപ്പോൾ അത് ദിവ്യവചനം തന്നെയാണെന്ന് അവൻ ആദ്യം ബോധ്യമായിരുന്നു. അനന്തരം കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തുവാനും ജനങ്ങൾക്കിടയിൽ സൽപ്പേരും കീർത്തിയും നിലനിർത്തുവാനും വേണ്ടി മനസ്സാക്ഷി പണയപ്പെടുത്തി കളവ് കെട്ടിപ്പറയുവാൻ ധൈര്യപ്പെട്ടിരിക്കുകയാണ്. അല്പം മുമ്പ് പുറപ്പെടുവിച്ചിരുന്ന ആ അഭിപ്രായം അത് മനുഷ്യൻ്റെയോ ജിന്നിൻ്റെയോ വാക്യങ്ങളല്ല എന്ന അഭിപ്രായം ഇപ്പോൾ മാറ്റിപ്പറയേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ ഹൃദയം അവനെ അലട്ടി. കുറേ ചിന്തിച്ചു.
ഇന്നിന്ന പ്രകാരമങ്ങ് പറഞ്ഞു കളയാമെന്ന് മനസ്സുകൊണ്ട് സ്വരൂപിച്ചു കണക്കാക്കി. മനസ്സാക്ഷി അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ആദ്യത്തെ പ്രസ്താവനകൾ മാറ്റി പറയണമല്ലോ. അങ്ങനെ വിഷമത്തിൽപ്പെട്ട് വീണ്ടും ആലോചിക്കുകയുണ്ടായി. കുറേ മുഖം ചുളിക്കും, നെറ്റി ചുളുങ്ങും, മുഖം കറുക്കും, ചുക്കിച്ചുളുങ്ങും. ഒടുക്കം സത്യത്തിൽ നിന്ന് പിന്മാറുവാൻ തന്നെ ഉറച്ചു. ഉത്തരം കിട്ടിപ്പോയി എന്ന അഹങ്കാരത്തോടെ ഞെളിഞ്ഞു നിന്ന് വിധി പുറപ്പെടുവിച്ചു. മുഹമ്മദിൻ്റെ പക്കൽ നിന്ന് കേൾക്കുന്ന ഈ വാക്യങ്ങൾ സിഹ്റല്ലാതെ അഥവാ മാരണമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അതിലൊന്ന് മയങ്ങിപ്പോയത്. ഏതോ ചില മാരണക്കാരിൽ നിന്ന് പ്രമാണിച്ചുദ്ധരിക്കപ്പെടുന്നതാണിത്. ഇത് മനുഷ്യനിർമ്മിതം തന്നെ, അതല്ലാതെ ദിവ്യവചനമൊന്നുമല്ല. ശാപമടയട്ടെ, നശിക്കട്ടെ, തുലഞ്ഞു പോകട്ടെ എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഖുത്തില, കൊലപ്പെടട്ടെ എന്ന വാക്ക്. വെറുപ്പിലും വിദ്വേഷത്തിലുമൊക്കെയാണത് ഉപയോഗിക്കപ്പെടാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ സന്തോഷസൂചകമായും അതേ വാക്ക് അറബികൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അങ്ങേയറ്റം അമർഷത്തോടും കോപത്തോടും കൂടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആ വാക്ക് ആവർത്തിച്ചിരിക്കുന്നതും. വാളെടുത്തു നേരിൽ യുദ്ധം ചെയ്യുകയും മുഖാമുഖമായി പലതരം അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത എത്രയോ ശത്രുക്കൾ മുശ്രിക്കുകളിലുണ്ട്. പക്ഷേ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇത്രയും പരസ്യമായി സത്യത്തെ മൂടിവച്ച ധിക്കാരികളായ നേതാക്കൾ ഇവനെപ്പോലെ അധികം പേർ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഷിർക്കിൻ്റെ ഇതര നേതാക്കളെക്കുറിച്ചൊന്നും കാണാത്തത്ര ശക്തമായ ഭാഷയിൽ അവനെക്കുറിച്ച് അല്ലാഹു ആക്ഷേപിച്ചിരിക്കുന്നതും. നഊദു ബില്ലാഹി മിൻ ഗളബ്. സിഹർ എന്ന വാക്ക് ജാലം, ചെപ്പടിവിദ്യ, മാരണം, വശീകരണം, ആഭിചാരം എന്നിങ്ങനെ പല അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാവാത്ത ഉപായതന്ത്രങ്ങൾക്കെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. സന്ദർഭം നോക്കി ഉദ്ദേശ്യം മനസ്സിലാക്കാവുന്നതാണ്. ഖുർആൻ സിഹ്റാണെന്ന വാദത്തിന് മേലുദ്ധരിച്ച റിവായത്തിൽ വലീദ് നൽകിയ ന്യായീകരണം അതു മുഖേന കുടുംബാംഗങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നിപ്പുണ്ടാക്കി തീർക്കുന്നുവെന്നാണല്ലോ. അതുകൊണ്ടാണ് നാം ഇവിടെ അതിന് മാരണം എന്ന് വിവർത്തനം നൽകിയത്. ഐഹികമായ കാര്യലാഭത്തിനു വേണ്ടി ഖുർആനെ ധിക്കരിച്ച ആ ദുഷ്ടഹൃദയത്തിന് അല്ലാഹു വമ്പിച്ച താക്കീത് നൽകുന്നു.